നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശങ്കരൻ കോയിൽ എന്നൊരു സ്ഥലമാണ് തമിഴ്നാട്ടിൽ. അവിടെ ഞാനിങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴേ എനിക്കൊരു ടെമ്പിൾ ഞാൻ കണ്ടു, ഒരു ബുദ്ധ ടെമ്പിൾ. എന്തായാലും ഞാൻ അകത്തോട്ട് കയറാൻ ശ്രമിക്കുകയാണ്. കയറ്റി വിടുമെന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ, കാണാനും നല്ല രസമുണ്ട്. ഇതിന്റെ പുറകിൽ മലകളാണ്, ആ കോയിൽ ഇരിക്കുന്നതിന്റെ പുറകിൽ മലകൾ. എന്തായാലും ഇതിനെ അങ്ങോട്ട് പോയി നോക്കാം. ഞാനിതൊരു പല തവണ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഇത് കണ്ടിട്ടുണ്ട്, കയറാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇന്നൊന്ന് കയറിയേക്കാന്ന് വിചാരിച്ച് വന്നതാണ്. നമ്മൾ കയറുമ്പം തന്നെ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, അതിനവിടെ തന്നെ ഒരു ബുദ്ധന്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ഇവിടെ അധികം ആൾക്കാരെ ഒന്നും കാണുന്നില്ല, എന്നാലും നല്ലൊരു പ്രദേശമാണ് കേട്ടോ. എന്തായാലും നമുക്ക് കയറി നോക്കാം. ആദ്യമായിട്ടായതുകൊണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല. ഇതാണ് ബുദ്ധന്റെ പ്രതിമ. ബുദ്ധ പ്രതിമ ഒരെണ്ണം ഇവിടെ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ, സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ചുറ്റിനും ഒന്ന് കറങ്ങി നോക്കാം, വേറെ എന്തെല്ലാം ഉണ്ടെന്ന്. ഇതിന്റെ ചുറ്റുമുള്ള പ്രദേശമാണ് കേട്ടോ ഈ കാണുന്നത്. നോക്കിക്കേ, അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഇത് ശങ്കരൻ കോയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയും ഒരു ബുദ്ധപ്രതിമയുണ്ട്, ബുദ്ധപ്രതിമ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ആൾക്കാരൊന്നും താമസം ഉണ്ടായിട്ടൊന്നും തോന്നുന്നില്ല. ഇതിന്റെ ഒരു ഓഫീസും കാര്യങ്ങളും, അതുപോലെ തന്നെ ഞാൻ ചോദിച്ചപ്പോൾ ഇതിന് അപ്പുറത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൽ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. വർഷങ്ങൾ പഴക്കമുള്ളതായിരിക്കാം, പക്ഷെ അതിപ്പോ തുറക്കത്തില്ലെന്നാണ് പറയുന്നത്. വൈകിട്ടേ തുറക്കത്തുള്ളൂ. വൈകുന്നേരങ്ങളിലൊക്കെ അത് തുറന്ന് കാണിക്കുമെന്നാണ് പറയുന്നത്. ബുദ്ധന്റെ പല സൈസിലുള്ള പ്രതിമകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് മണ്ണും, ഇവിടെ തിരിയെല്ലാം കത്തിച്ച് വെക്കുന്ന സ്ഥലമാണ്. പിന്നെ ബുദ്ധന്റെ തന്നെയാണ് വേറൊരെണ്ണം, ബുദ്ധൻ കിടക്കുന്ന പോലെ ഒരു പ്രതിമ കണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വരുന്നവര് ഇവിടെ ഒന്ന് കയറുക, എന്നുവെച്ചാൽ നല്ല രസമുണ്ട് കാണാനൊക്കെ. ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ പ്രദേശങ്ങളൊക്കെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബിൽഡിങ്. അവിടെയാണെങ്കിൽ ഇതുപോലൊക്കെ തന്നെയാണെന്നാണ് പറഞ്ഞത്. പ്രതിമകൾ ഒരുപാടുണ്ടെന്നാണ് പറഞ്ഞത് അതിനകത്തൊക്കെ. അത് ഓഫീസ് പോലെ ഒക്കെയാണ്, പക്ഷെ അത് ഇപ്പൊ തുറക്കത്തില്ല. അല്ലെങ്കിൽ നമുക്കത് നോക്കാമായിരുന്നു. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ഒരെണ്ണം ഇതുപോലെ പണി വെച്ചിട്ടുണ്ട്. അത് ബുദ്ധന്റെ ഒരു പ്രതിമയാണ്. അത് മറ്റേന്ന് വ്യത്യസ്തമായിട്ട്, മറ്റേത് കല്ല് കൊണ്ട് കൊത്തിവെച്ചതാണെങ്കിൽ ഇത് വേറെയാണ്. ഇതാണ് ആ പ്രതിമ. ഇതിനെക്കുറിച്ച് ചോദിക്കാന്ന് വെച്ച് ഇവിടെ നോക്കിയിട്ട് ആരും കാണുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. ബുദ്ധ പ്രതിമയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഒരു ഓഫീസ് ഉണ്ടെന്ന്, ആ ഓഫീസിനടുത്തുള്ളതാണ് ഈ കാണുന്നത്. ഇത് ഏത് ലിപിയാണെന്ന് അറിയത്തില്ല. ഒരു പ്രതിമയുണ്ട് ഇവിടെ അടുത്ത് തന്നെ. ഇതൊരു രാവിലെ 4:30 മുതൽ 6 മണി വരെ തുറക്കുന്നത്. പ്രാർത്ഥന സമയം കേട്ടോ. നടയെ തിറന്ന് പ്രാർത്ഥനയെ നേരം എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം നട തുറക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വൈകിട്ട് 4:30 മുതൽ 6 മണി വരെ ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്ക്. എത്ര വർഷം പഴക്കം இருக்கு? இது 25 வருஷமா ஆகுதுயா. 25 வருஷமா? இந்த பிரதிமை எல்லாம் இங்கே பண்ணதா, அதான் வேற கொண்டு வந்ததா? இங்க உள்ளதுதான். இங்க உள்ளதுதானா? இல்ல பழசு இப்ப செஞ்சதா? 25 வருஷத்துல செஞ்சதா, அதான் முன்னாடியே? இல்ல இல்ல இல்ல, இப்பதான் இது இந்த புத்தர் கோயிலே புதுசா உண்டு. எத்தனை ஆட்கள் இருக்காங்க இங்க? புத்த புக்குகள் 3 பேர் இருக்காங்க. 3 பேரா? இங்க 3 பேர் தானே இருக்காங்க? 3 பேர் தான். 3 பேர். இந்த பெரிய கோவில் அப்ப கட்டினது யாரு? அவங்க தான் கட்டுறாங்க. அவங்க தானே கட்டினாங்க. வேற இடத்துல இருந்தெல்லாம் ஆட்கள் வராங்களா இங்கிட்டு? வெளியில இருந்து தமிழ்நாடு பூரா வராங்க. ஆந்திரா, ரெண்டாவது கேரளா, கர்நாடகா. இங்க அப்படி சீசன் இருக்கா? அப்படி இந்த உற்சவம் இதொன்னும் இல்லையா? அதெல்லாம் ஆண்டு விழா மாத்திரம் தான். ஆண்டு விழா அன்னைக்கு அது வருஷம் ஒரு வருஷம் கழிச்சிருச்சுன்னா ஆண்டு விழா பிப்ரவரி மாசம் நடத்தும். பிப்ரவரி மாசம். அப்ப இங்க அப்போ ரொம்ப ஆள் இருக்குமா? ஆட்கள் வெளியில இருந்து வெளியில இருந்து எல்லாம் வருவாங்க. இந்தியா ஃபுல்லா இருக்கும். இந்தியாவுக்கு வெளியில இருந்து வருவாங்களா? இங்க கர்நாடகால இருந்து வருவாங்க, வெளிநாட்டுல இருந்து வராங்க. இந்த பிரதிமை, இந்த இதெல்லாம் ஸ்டாச்சு இதெல்லாம் வச்சிருக்கிறது நீங்க இங்க செஞ்சது இதெல்லாம்? அவங்க வந்து செஞ்சு விட்டாங்க.
அங்கே வெளியிலேருந்து வந்து செஞ்சு கொடுத்தாங்க. சென்னையிலேருந்து வந்துச்சு. சென்னையிலேருந்து வந்து செஞ்சு கொடுத்தாங்க. கோபுரம் இது உயரம் போய் தான் அது ரோட்டில் போகிற ஆளுகளுக்கு தெரியும். ஆமாம் ஆமாம், அந்த முன்னாடி தெரியும். ஆமாம், கோயில் 25 வருஷமா ஆகுது. 25 வருஷமா இங்கே உள்ளது. இந்த கோயில் வந்து இப்போ ஒரு 2 வருஷம் தான் ஆகுது. இந்த பெருசு இப்போ கோபுரம் பணிஞ்சிட்டு 2 வருஷம் தான் ஆகுது. புத்தருடைய அஸ்தியை வச்சு கட்டியிருக்காங்க. ஓ, கீழே புத்தரோட அஸ்தியா கீழே இருக்குது. அஸ்தியா கீழே மேலே கலர் மேலே வச்சிருக்காங்க. ஓ, அதுவும் சென்னையிலேருந்து கொண்டு வந்ததா? அதெல்லாம் சென்னையில் இல்லை, அது ஜப்பான்லேருந்து வந்து ஜப்பான்லேருந்து கொண்டு வந்தோம். ஸ்ரீலங்காவிலேருந்து வாங்கியிருந்து இங்கே வச்சாங்க. இங்கே வச்சாங்க. வட இந்தியாவில் 8 இடத்துல வச்சுருக்காங்க. இது ஒன்று 9வது இடம். இது இந்தியாவில் 9வது இடமா? கோபுரம் அஸ்தி வச்சிருக்கிறது 9வது. ஓ, கோபுர அஸ்தி வச்சிருக்கிறதுல 9வது இடம். புத்தனோட அஸ்தி அது கோபுர அஸ்தி. கோபுரம் வந்து இது இந்தியாவிலே 2வது கோபுரம். இந்தியாவில் 2வது கோபுரம். எங்கேயுமே வேற எங்கேயும் இல்லை. இல்லை இல்லை, கயாவில் இருக்கு ஃபர்ஸ்ட்ல. கயாவை முடிச்சா பின்ன இங்கே மற்ற கோபுரங்கள்லாம் உயரம் கம்மியாகும். உயரம் இங்கே இந்த 2 இடத்துல தான் உயரம் ஜாஸ்தியாக இருக்கு. அது கயாவில் இருக்க 120 அடி. அதே மாதிரி இது 120 அடி. ഓക്കെ ഓക്കെ. ഇപ്പൊ ബുദ്ധന്റെ അസ്ഥി വെച്ചിരിക്കുന്ന ഇന്ത്യയിലെ 2ാമത്തെ ബുദ്ധ അമ്പലമാണ് ഇത് കേട്ടോ. ഇതിന്റെ താഴെയും മേളിലും ഇതിന്റെ അസ്ഥി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യയിൽ 2 ഉള്ളതെന്നാണ് പറയുന്നത്. ഇത് ബാക്കി തന്നെ ചെറിയ ഗോപുരം ഉള്ളതാണ്, വലിയ ഗോപുരം. ഇത് ഇവിടെ ബുദ്ധനെ ആരാധിക്കുന്ന 3 പേരെ ഉള്ളതെന്നാണ് പറയുന്നത്. ബുദ്ധ മതത്തിൽ ഉൾപ്പെടുന്ന 3 പേരെ ഉള്ളതെന്നാണ് പറയുന്നത് ഇവിടെ. പക്ഷേ ഇന്ത്യയിലെ പലയിടത്തു നിന്നും വിദേശത്തു നിന്നൊക്കെ ഫെബ്രുവരി മാസത്തിൽ ഇവിടെ ഇത് നടക്കും. ഇവരുടെ ഒക്കെ എന്താ ഉത്സവം നടക്കും. ആ ഉത്സവത്തിന് ഇവിടെ ആൾക്കാർ ഒരുപാട് വരുമെന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം, അടിപൊളിയാണ് കേട്ടോ. ഞാനിത് തന്നെ ഇത് വെളിയിൽ നിന്ന് ഈ ഗോപുരം ഇപ്പോഴാണ് പൊക്കിയെന്നാണ് പറയുന്നത്. 25 വർഷമായിട്ട് ഈ അമ്പലം ഇവിടെ ഉണ്ട്. അപ്പം ഈ ഗോപുരം ഇപ്പോഴാണ് പൊക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കാണാൻ പറ്റുന്നത് വെളിയിൽ നിന്ന് വരുന്നവർക്ക്. ഞാനല്ലേ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഇതിൻ്റെ ഗോപുരം പൊക്കിയത്. ആ സമയം ഇപ്പം കുറച്ചേ ആയിട്ടുള്ളൂ. പക്ഷെ അമ്പലം 25 വർഷമായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ആൾക്കാർ ഇവിടെ വരുന്നതെന്നാണ് പറഞ്ഞത്. ഈ ഗോപുരം പൊങ്ങി നിൽക്കുന്നത് ഇവിടെ കാണാനൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് കണ്ടിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ശരി, ഓക്കെ.